Hi everyone, ഇന്നത്തെ ഒരു വീഡിയോയിൽ we are going to discuss about Gestalt language processing. So നമ്മളെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ലാംഗ്വേജ്. കുട്ടികളും മുതിർന്നവരും നമ്മളെല്ലാവരും we express our most of things through language. കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് parents are very excited, curious, at the same time they are very concerned about a lot of things. കുട്ടികളുടെ മെയിനായിട്ട് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് രണ്ട് രീതിയിലാണ്. വൺ ഇസ് അനലിറ്റിക് ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആൻഡ് ദ അതർ വൺ ഇസ് ജസ്റ്റഡ് ലാംഗ്വേജ് പ്രോസസ്സിംഗ്. അനലിറ്റിക് ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൽ ഇറ്റ്സ് എ ബോട്ടം അപ്പ് ലാംഗ്വേജ് ലേണിംഗ്. ഇതിൻ്റെ അകത്ത് കുട്ടികൾ ആദ്യം തന്നെ പഠിക്കുന്നത് സൗണ്ട്സ് ആണ്. പിന്നീട് അത് കഴിയുമ്പോൾ അത് വേർഡ്സായി മാറും. പിന്നീട് കുഞ്ഞു കുഞ്ഞു ഫ്രേസസ്, പിന്നീട് അവരത് കമ്പൈൻ ചെയ്ത് വലിയ വലിയ സെൻറ്റൻസുകൾ പറയാൻ തുടങ്ങും. സോ ദിസ് ഇസ് ഹാപ്പനിങ് ഇൻ അനലിറ്റിക് ലാംഗ്വേജ് പ്രോസസ്സിംഗ്. ഓൺ ദ അതർ ഹാൻഡ് ജസ്റ്റഡ് ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ് അനലിറ്റിക് ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൻ്റെ. ഇതിൻ്റെ അകത്ത് കുട്ടികൾ ആദ്യമേ തന്നെ പഠിക്കുന്നത് ചങ്ക്സ് ഓഫ് വേർഡ്സ് ആണ്, അല്ലെങ്കിൽ കുറേ സ്ക്രിപ്റ്റ്സ് ആണ്. സോ ഇവരിങ്ങനെ പഠിക്കുന്നതിൻ്റെ മേജറായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് തന്നെ ഓവർ എക്സ്പോഷർ ഓഫ് സ്ക്രീൻ ടൈമാണ്. മോസ്റ്റ് ഓഫ് ദ കുട്ടികളും ലാംഗ്വേജ് ലേൺ ചെയ്യുന്നത് അനലിറ്റിക് ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൽ കൂടെയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് കുട്ടികൾ അധികം ആൾക്കാരും ജസ്റ്റഡ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സായി മാറുന്നുണ്ട്. അതിൻ്റെ ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് തന്നെ എക്സസീവ് സ്ക്രീൻ ടൈമാണ്. അതോടൊപ്പം തന്നെ അവർ വളർന്നു വരുന്ന എൻവയോൺമെൻറ്റും ഇതിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റഡ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സിനെ എല്ലാവരെയും നമ്മളൊരു ഡിസോർഡേർഡ് കാറ്റഗറിയിലോട്ട് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. കാരണം ഇതും ഒരു വേ ഓഫ് ലാംഗ്വേജ് ലേണിംഗ് ആണ്. അപ്പം ഇവരാദ്യം സ്ക്രിപ്റ്റ്സും അല്ലെങ്കിൽ ഫ്രേസസും ഒക്കെ പഠിച്ചു വെച്ചാലും ലേറ്റ്ലി കെയർ ഗീവേഴ്സിൻ്റെയും പാരൻസിൻ്റെയും ഒക്കെ കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ഇൻട്രാക്ഷൻ വരുമ്പം അവർ പതുക്കെ ഈ സ്ക്രിപ്റ്റ്സിനെ കട്ട് ഡൗൺ ചെയ്ത് അവരുടേതായ രീതിയിൽ പുതിയ ലാംഗ്വേജ് ജനറേറ്റ് ചെയ്യാനും നമ്മളുമായിട്ട് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യും. ഇൻ സം സിറ്റുവേഷൻസ് കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള ലാംഗ്വേജ് എക്സ്പോഷറും ഇൻട്രാക്ഷനും ഒന്നും കിട്ടാതെ വരുമ്പം അവർ ഈ പഠിച്ചു വെച്ചിരിക്കുന്ന ജസ്റ്റാൾസിൽ തന്നെ അവർ സ്റ്റക്കായി പോവും. അവർക്ക് പുതിയ രീതിയിൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനോ ബാക്കിയുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒക്കെ ഒരു ബുദ്ധിമുട്ട് വരും. സോ ഇങ്ങനെ വരുമ്പോഴാണ് ദേ നീഡ് ഇൻ്റർവെൻഷൻ. കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ ഓരോ സ്റ്റേജിലും പാരൻസ് വളരെ കെയർഫുള്ളായിട്ട് അവരുടെ കൂടെ നിന്ന് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഇൻട്രാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം ഈ ഒരു സമയത്ത് സ്ക്രീൻ എക്സ്പോഷർ വന്നു കഴിയുമ്പം കുട്ടികൾക്ക് ലാംഗ്വേജ് ലേൺ ചെയ്യാനുള്ള ഒരു എൻവയോൺമെൻറ്റ് ഇല്ലാതാവുകയാണ്. ഇങ്ങനെ വരുമ്പം അവർ ഇതേപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ കമ്മ്യൂണിക്കേഷനിൽ ഫേസ് ചെയ്യേണ്ടി വരികയാണ്. അപ്പം സ്ക്രീൻ ടൈം ഒഴിവാക്കി കുട്ടികളുമായിട്ട് മാക്സിമം ഇൻട്രാക്ട് ചെയ്യാനും നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്രീൻ ടൈമിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട് ഇൻ അവർ യൂട്യൂബ് ചാനൽ.